So the first benefit in today's video, intelligence. മെഡിറ്റേഷനിലൂടെ നമുക്ക് നമ്മുടെ ആ ഇന്റലിജൻസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതായത് നമ്മുടെ നോർമൽ ലെവൽ ഓഫ് ഇന്റലിജൻസിനെ കൂട്ടിക്കൊണ്ട് വരാൻ മെഡിറ്റേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ വാട്ട് ഈസ് ഇന്റലിജൻസ്? ഓഷോ പറയുന്നത് ഇന്റലിജൻസ് ഈസ് എ കപ്പാസിറ്റി ടു റെസ്പോണ്ട് ടു എ മൊമെന്റ് വിത്ത് മച്ച് മോർ ക്ലാരിറ്റി ആൻഡ് ഡെപ്ത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു നോൺ മെഡിറ്റേറ്ററിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കണ്ടിന്യൂസ് റഷ് ഓഫ് തോട്ട്സ് ആയിരിക്കും. ഒരു മൈൻഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കണ്ടിന്യൂസ്ലി തോട്ട്സ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം നോർമൽ ലൈഫിലെ ഏത് സിറ്റുവേഷൻ ഫേസ് ചെയ്താലും തോട്ട്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇന്റർഫിയർ ചെയ്തുകൊണ്ടേ ഇരിക്കും ഒരു നോൺ മെഡിറ്റേറ്ററിനെ സംബന്ധിച്ചോളം. മൈൻഡ് ഈസ് ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് ഇൻ ഔട്ട് ഓഫ് കൺട്രോൾ സ്റ്റേറ്റ് ആയിരിക്കും. തോട്ട്സ് ആയിരിക്കും എപ്പോഴും ആ ഒരു സ്റ്റേറ്റ് ഓഫ് നോ തോട്ട്സ്, അങ്ങനെ ഒരു തോട്ട്ലെസ് സ്റ്റേറ്റ് ഒന്നും നോർമലി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഒരു നോൺ മെഡിറ്റേറ്ററിനെ സംബന്ധിച്ചോളം. പക്ഷെ ഒരു മെഡിറ്റേറ്ററിനെ സംബന്ധിച്ചോളം ഒരു സ്റ്റേറ്റ് ഓഫ് നോ മൈൻഡ് അല്ലെങ്കിൽ ഒരു തോട്ട്ലെസ്നെസ് സ്റ്റേറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിലൂടെ റിയാലിറ്റിയുമായി ഒരു ഡയറക്റ്റ് എൻകൗണ്ടർ കുറച്ചുകൂടെ പോസിബിൾ ആവും എന്നാണ് ഓഷോ പറയുന്നത്. അതായത് നമ്മളൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാന്ന് വിചാരിക്കും. സപ്പോസ് ഇഫ് യു ആർ ഫേസിങ് ഒരു സൺസെറ്റ് കാണുക. അപ്പൊ സൺസെറ്റ് കാണുന്ന സമയത്ത് ഒരു മെഡിറ്റേറ്ററെ സംബന്ധിച്ചോളം ആ ഒരു മൈൻഡിന്റെ ഇന്റർഫറൻസ് അളവല്ല, അതായത് തോട്ട്സ് ഒന്നും ഇല്ലാതെ ആ ഒരു പേഴ്സണും ആ ഒരു സൺസെറ്റും ആ റിയാലിറ്റിയുമായി ഒരു ഡയറക്റ്റ് എൻകൗണ്ടർ ഉണ്ട്. അവിടെ മൈൻഡിന്റെ ഒരു ഇന്റർഫറൻസ് കയറി വരില്ല. മൈൻഡ് ചിലപ്പോൾ തോട്ട്സ് കൊണ്ടുവന്ന് നല്ല സൺസെറ്റ്, ബ്യൂട്ടിഫുൾ സൺസെറ്റ് ഇന്റർഫിയർ ചെയ്യാൻ ശ്രമിക്കും ചിലപ്പോൾ മൈൻഡ്. പക്ഷെ ഒരു നോൺ മെഡിറ്റേറ്ററിന്റെ കേസിലാണ് സംഭവിക്കുന്നത്. പക്ഷെ മെഡിറ്റേറ്ററിനെ സംബന്ധിച്ചോളം അയാൾക്ക് ആ ഒരു റിയാലിറ്റിയെ കുറച്ചുകൂടെ ഒരു ഡയറക്റ്റ് ആയിട്ട് എൻകൗണ്ടർ ചെയ്യാൻ പറ്റും. ഏതൊരു സിറ്റുവേഷൻ വരുമ്പോഴും ഇതേ ഒരു സംഭവമാണ് സംഭവിക്കുന്നത്. റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ആ ഒരു സിറ്റുവേഷനിലേക്ക് ഒരു ഡയറക്റ്റ് പെർസെപ്ഷൻ, ഒരു ക്ലാരിറ്റിയോടെ, ഒരു ഇൻസൈറ്റിലൂടെ കാണാൻ പറ്റും. അതായത് മൈൻഡ് ഒരു പാസ്റ്റ് പ്രസന്റ് തോട്ട്സ് വെച്ചല്ലാതെ ഒരു ഡയറക്റ്റ് പെർസെപ്ഷൻ ഓഫ് റിയാലിറ്റി ഒരു മെഡിറ്റേറ്ററിനെ സംബന്ധിച്ചോളം സാധിക്കും. അതിലൂടെ അയാൾക്ക് ഒരു ഇന്റലിജന്റ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ആ ഒരു മൊമെന്റിന്റെ ഒരു ഡെപ്ത് ക്ലിയർ ആയിട്ട് ഫേസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ മെഡിറ്റേഷൻ ബ്രിങ്സ് ട്രിമെൻഡസ് ഇന്റലിജൻസ്. ഫസ്റ്റ് ബെനിഫിറ്റ് ആണ്. So coming to the second benefit of meditation ആണ് aloneness. Meditation gives you the capacity to be completely alone and still be blissful എന്ന് പറഞ്ഞൊരു ബെനിഫിറ്റ് നമുക്ക് മെഡിറ്റേഷനിലൂടെ കിട്ടും. സോ നോർമലി നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ലോൺലിനെസ് ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. അതായത് നമുക്ക് ആരുമില്ല, നോർമലി നമുക്ക് നമ്മുടെ കമ്പനി എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് വേറൊരാളുടെ കമ്പനി വേണം, അല്ലെങ്കിൽ ഒരു ക്രൗഡിന്റെ പാർട്ട് ആകണം. അങ്ങനെ എപ്പോഴും ഒരു ടെൻഡൻസി നോർമലി മനുഷ്യരെ സംബന്ധിച്ചുള്ള ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ മെഡിറ്റേഷനിലൂടെ നമുക്ക് ആ ഒരു ഒറ്റപ്പെടൽ മാറി നമുക്ക് ആ ഒരു ഏകാന്തത എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഒറ്റപ്പെടൽ ഏകാന്തത ആക്ച്വലി ഡിഫറെന്റ് ആണെന്നാണ് ഓഷോ പറയുന്നത്. ഏകാന്തത എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ആനന്ദം കണ്ടെത്തുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് നമ്മൾ കുറച്ച് ഏകാന്തത എന്ന് ഓഷോ പറയുന്നത്. സോ ആ ഒരു എലോൺനെസ്, ഇംഗ്ലീഷിൽ ഏകാന്തതയ്ക്ക് വേണം എലോൺനെസ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ആ ഒരു എലോൺനെസ് എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു മെഡിറ്റേറ്ററിന് മാത്രമേ സാധിക്കുകയുള്ളൂ. സോ മെഡിറ്റേഷനിലൂടെ ആ ഒരു എലോൺനെസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിൽ യു ആർ ബ്ലിസ്ഫുൾ, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും നമുക്ക് ആ ഒരു എലോൺനെസ്സിൽ നമുക്ക് ഒരു ബ്ലിസ് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണത്. സോ അത് മെഡിറ്റേഷനിലൂടെ മാത്രമേ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സോ അങ്ങനെ ഒരു ബെനിഫിറ്റ് നമുക്ക് മെഡിറ്റേഷനിലൂടെ കിട്ടും. അതായത് നമുക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഒരു ക്രൗഡിന്റെ പാർട്ടാകുമ്പോൾ അതും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് ആരും ഇല്ലാത്ത സമയത്ത് അതും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് നമ്മുടെ കമ്പനി എങ്ങനെ എൻജോയ് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നത് അത് മെഡിറ്റേഷനിലൂടെ മാത്രമേ ഉള്ളൂ. മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ്സിലൂടെയാണ് നമുക്ക് നമ്മുടെ തന്നെ ഒരു കമ്പനി എൻജോയ് ചെയ്യാൻ കഴിയാന്ന് പറയാം. സോ ഇറ്റ് ഗീവ്സ് യു റിച്ച്നെസ്. നമുക്ക് രണ്ടും എൻജോയ് ചെയ്യാൻ പറ്റും. ബോത്ത് ആസ് ആൻ ഔട്ട്സൈഡ് കമ്പനിയും നമ്മുടെ കമ്പനിയും എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈഫിൽ ഒന്നും കൂടെ റിച്ച് ആക്കും ഒരു സംഭവമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ദ സെക്കൻഡ് ബെനിഫിറ്റ് ഈസ് അബൌട്ട് ബീങ് അലോൺ ആൻഡ് സ്റ്റിൽ ബി ബ്ലിസ്ഫുൾ. സോ ഇനി നെക്സ്റ്റ് തേർഡ് ബെനിഫിറ്റിലേക്ക് വരുമ്പോൾ മെഡിറ്റേഷൻ ഗീവ്സ് യു ആൻ ഇൻഡിവിജ്വാലിറ്റി. സോ ദാറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ്സ് അബൌട്ട് മെഡിറ്റേഷൻ. നോർമലി നമ്മളൊരു പേഴ്സണാലിറ്റിയുടെ പുറത്തായിരിക്കും പൊതുവെ ജീവിക്കാവുന്നത്. അതായത് നമുക്ക് ജനിച്ചപ്പോഴത്തോളം നമ്മുടെ സൊസൈറ്റി നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ട്രെയിൻ ചെയ്യിപ്പിക്കുക. ഫാമിലി പറയുന്നു നീ ഇന്ന ഫാമിലി ജനിച്ചു, അതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മ ഡോക്ടറാണ്, അതുകൊണ്ട് നിങ്ങളും ഡോക്ടർ ആകുക. അങ്ങനെ നമ്മളെ പലപ്പോഴും മറ്റുള്ളവരുടെ മാനിപ്പുലേഷൻ പോലെ ആയിരിക്കും നമ്മുടെ ഒരു ലൈഫിന്റെ ഒരു ഇതിന് പോകുന്നത്. അതിലൂടെ നമ്മൾ ചൂസ് ചെയ്യുന്ന റിലീജിയൻ ആണെങ്കിലും നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സ്ട്രക്ചർ എല്ലാം നമ്മുടെ പുറത്തുനിന്ന് ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസിലൂടെയാണ് ഇരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി നമുക്ക് നഷ്ടപ്പെടാറുണ്ട്. വളരെ അപൂർവം ആൾക്കാരെയാണ് നമ്മൾ അവരുടെ യഥാർത്ഥ ടാലന്റ് അനുസരിച്ച് പോകാന്ന് പറയുന്നത്. പലർക്കും ടാലന്റ് എന്താണെന്ന് പോലും അറിയില്ല. അവരുടെ ടാലൻസ് എന്താണ്, എന്ത് പാഷനാണ് അവർക്കുള്ളത്, അവരുടെ ട്രൂ ഇൻട്രസ്റ്റ് എന്താണ്. ഒരു ഡ്രിഫ്റ്റ് വുഡ് പോലെയാണ് പലപ്പോഴും ആൾക്കാർ പലരും പറയുന്നതായിരിക്കും പോകുക. പക്ഷെ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി, എനിക്ക് വേണ്ടത് എന്താണെന്നുള്ള ഒരു എന്താ പറയുന്ന ഒരു നിശ്ചയബോധം നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടും.
വാട്ട് യു ട്രൂലി വാണ്ട് ഫ്രം ലൈഫ്, എന്താണ് എൻ്റെ ഒരു ഇന്നർ സെൽഫ് പറയുന്നത്, അല്ല എനിക്ക് ഏത് ഡയറക്ഷനിൽ പോകണം, എൻ്റെ ടാലന്റ് എന്താണ്, ഇതൊക്കെ വ്യക്തമാകുന്ന നമുക്ക് മെഡിറ്റേഷൻ ഉണ്ട്. കാരണം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഇന്നർ സോഴ്സിലേക്ക് നമ്മളെ ട്രാവൽ ചെയ്യിപ്പിക്കുന്ന പറയുന്നത് നമ്മുടെ ഇന്നർ ഡിസ്കവറിയാണ്, നമ്മുടെ സെൽഫ് ഡിസ്കവറിയാണ്, നമ്മുടെ ഇന്നർ സെർച്ച്, നമ്മുടെ ശരിക്കുള്ള പൊട്ടൻഷ്യലിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്, നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു പൊട്ടൻഷ്യലിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുന്നത്. സോ ആ ഒരു ഇന്നർ ഡിസ്കവറിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിലൂടെ നമുക്ക് നമ്മുടെ ആ ഒരു ഇൻഡിവിജ്വാലിറ്റി, നമ്മുടെ യുണീക്നെസ് നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ആ ഒരു നമ്മുടെ ലൈഫിന്റെ ഒരു അതിന്റെ യഥാർത്ഥ മീനിങ് അല്ലെങ്കിൽ യഥാർത്ഥ ഒരു പർപ്പസിലൂടെ നമുക്ക് ആ ഒരു ലൈഫിനെ ഒന്നും കൂടെ ഒരു എൻജോയബിൾ ആയിട്ടൊരു ട്രൂ ഇൻഡിവിജ്വാലിറ്റിയിലൂടെ നമുക്ക് ലൈഫിനെ ഡിസ്കവർ ചെയ്യാൻ പറ്റും. സോ ദ തേർഡ് ബെനിഫിറ്റ് ഈസ് individuality. Meditation brings your true individuality to the surface. So coming to the final benefit in this video is that meditation brings out the creativity inside you. നമ്മുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി, ഇപ്പൊ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ ഇൻഡിവിജ്വാലിറ്റി പോലെ നമ്മുടെ ആ ഒരു ക്രിയേറ്റീവ് ടാലൻസ്, ഉറങ്ങിക്കിടക്കുന്ന ക്രിയേറ്റിവിറ്റി ഒക്കെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. അതുകൂടാതെ തന്നെ ഒരു മെഡിറ്റേറ്ററെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഓരോ മൊമെന്റും അദ്ദേഹം എന്ത് ചെയ്താലും ഒരു ക്രിയേറ്റീവ് ആയിട്ട് മാറി. ഇൻ കേസ് ഈസ് മൂവിങ് എ ഹാൻഡ്, ജസ്റ്റ് അദ്ദേഹം ഒരു ഹാൻഡ്സ് മൂവ് ചെയ്യുമ്പോൾ പോലും അത് ക്രിയേറ്റീവ് ആയിട്ട് ലെവലായിരിക്കും, അത് നടക്കുന്നത് ക്രിയേറ്റിവിറ്റിയിലൂടെ ആയിരിക്കും. അദ്ദേഹം എന്ത് ചെയ്താലും ഒരു ചെറിയ വർക്ക് പോലും ചെയ്താലും അയാള് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് പോലും ഒരു ക്രിയേറ്റീവിലൂടെ ആയിരിക്കും ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വളരെ കോൺഷ്യസ്, അലേർട്ട് ആൻഡ് അവയർ സ്റ്റേറ്റിലാണ് എല്ലാ കാര്യങ്ങളും. ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് കോൺഷ്യസ്, അലേർട്ട് ആൻഡ് അവയർ സ്റ്റേറ്റ് എന്നാണ് നമ്മൾ പറയാറ്. സോ അങ്ങനെ ഒരു വളരെ ബോധത്തോടെയും ജാഗ്രതയോടെയും അവബോധത്തോടെയും ഒരു കാര്യം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊരു ക്രിയേറ്റിവിറ്റി ആയിട്ട് മാറും. ഒരു എവറിത്തിങ് ബിക്കംസ് ക്രിയേറ്റീവ് ഫോർ എ മെഡിറ്റേറ്റീവ് പേഴ്സൺ എന്നാണ് നമ്മൾ പറയാറ്. സോ that's one of the beautiful benefits of meditation, that it brings the creativity inside you and also the creative talents. ഒരു പെയിന്റർ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ടാലന്റ് അയാൾക്ക് അറിയില്ലെങ്കിൽ അദ്ദേഹത്തിന് മെഡിറ്റേഷനിലൂടെ ആ ഒരു പെയിന്റിംഗ് എന്ന ആ ഒരു ക്വാളിറ്റി പുറത്തേക്ക് വരും, ആ ഒരു പെയിന്റിംഗ് അയാൾ ഡിസ്കവർ ചെയ്യും. സോ that's what meditation is about. It transforms your whole life into a creativity. It becomes a dance, it becomes a moments of bliss എന്നാണ് ഓഷോ പറയുന്നത്. So these are the benefits given by Osho. So that's in this video. We will catch up in another video. Bye.